നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സുബ്രഹ്മണ്യ ഭാരതിയെക്കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറയുമ്പോൾ 1882 തമിഴ്നാട്ടിലാണ് ആര് ജനിച്ചത്? സുബ്രഹ്മണ്യ ഭാരതി ജനിച്ചത് 1882 തമിഴ്നാട്ടിൽ ജനിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറയുമ്പോൾ അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടും ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? സുബ്രഹ്മണ്യ ഭാരതി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഏതൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നു? സുബ്രഹ്മണ്യ ഭാരതി 2-3 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് ഭാരതിയാർ എന്നറിയപ്പെടുന്നു, അതുപോലെ തന്നെ ശക്തിദാസൻ എന്നറിയപ്പെടുന്നു, വീരകവി എന്നറിയപ്പെടുന്നു. ഇതൊക്കെ ആരാണ്? ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. അതുപോലെ സുബ്രഹ്മണ്യ ഭാരതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പാഞ്ചാലി ശപഥം, അതുപോലെ ഭഗവത്ഗീതയും തമിഴിലേക്ക് വിവർത്തനം ചെയ്തു. അതുപോലെ പറയുകയാണെങ്കിൽ സുബ്രഹ്മണ്യ ഭാരതി ഒരു പത്രം ആരംഭിക്കുകയുണ്ടായി. ഏത് പത്രമാണെന്ന് അറിയാമോ? ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചു. ആൻസർ സുബ്രഹ്മണ്യ ഭാരതി. അതുപോലെ സുബ്രഹ്മണ്യ ഭാരതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓടി വിളയാടു പാപ്പ എന്ന പ്രശസ്തമായ പദ്യം എഴുതിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഓടി വിളയാടു പാപ്പ എന്ന പ്രസിദ്ധമായ പദ്യം ആരെഴുതുകയുണ്ടായി? സുബ്രഹ്മണ്യ ഭാരതി എഴുതുകയുണ്ടായി. അതുപോലെ പറയുകയാണെങ്കിൽ സുബ്രഹ്മണ്യ ഭാരതി ആരുടെ ശിഷ്യനായിരുന്നു? ആരുടെയാണ്? സിസ്റ്റർ നിവേദിതയുടെ ഒരു ശിഷ്യനായിരുന്നു ആര്? സുബ്രഹ്മണ്യ ഭാരതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആനയുടെ ചവിട്ടേറ്റാണ് മരണപ്പെട്ടത് എന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം ആനയുടെ ചവിട്ടേറ്റ് ആണ് ആര് ഇഹലോകവാസം വെടിയാനിടയായത്? സുബ്രഹ്മണ്യ ഭാരതി ഇഹലോകവാസം വെടിയാനിടയായത്. അതുപോലെ സുബ്രഹ്മണ്യ ഭാരതിയെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് പറയുകയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം 1824 ജനിച്ചത്? സ്വാമി ദയാനന്ദ സരസ്വതി ജനിച്ചത്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ബാല്യകാല നാമം എന്തായിരുന്നു? മൂൽശങ്കർ എന്നായിരുന്നു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ബാല്യകാല നാമം മൂൽശങ്കർ എന്നായിരുന്നു. അതുപോലെ അദ്ദേഹം ഒരു ഹിന്ദു തത്വചിന്തകനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവായിട്ടൊക്കെ ആര് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്? സ്വാമി ദയാനന്ദ സരസ്വതി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് മഹർഷി എന്ന അംഗീകാര മുദ്ര ലഭിച്ചിട്ടുണ്ട്. മഹർഷി എന്ന അംഗീകാര മുദ്ര ആർക്ക് ലഭിച്ചിട്ടുണ്ട്? സ്വാമി ദയാനന്ദ സരസ്വതിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഗുരു ആരായിരുന്നു? ഗുരു വിർജാനന്ദയായിരുന്നു. ആരുടെ ഗുരു? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഗുരു. സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്നു. ഹിന്ദുമതത്തിൻ്റെ മാർട്ടിൻ ലൂതർ എന്നും അറിയപ്പെടുന്നത് ആരെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയെയാണ്. അതുപോലെ ഹിന്ദുമതത്തിലുള്ള അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ട് എന്ത് സ്ഥാപിച്ചു? അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ട് അദ്ദേഹം 1875 ആര്യ സമാജം സ്ഥാപിക്കുകയുണ്ടായി. 1875 ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 1875 ആര്യ സമാജം സ്ഥാപിച്ചു സ്വാമി ദയാനന്ദ സരസ്വതി. ശുദ്ധി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്.
അതുപോലെ സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അദ്ദേഹം വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന് ആഹ്വാനം ചെയ്തു. വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന് ആഹ്വാനം ചെയ്യുന്നത് ആരാണ്? ആ വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന് ആഹ്വാനം ചെയ്തു സ്വാമി ദയാനന്ദ സരസ്വതി. അതുപോലെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രസിദ്ധമായ കൃതി ഏതാണ്? സത്യാർത്ഥ പ്രകാശ്. സത്യാർത്ഥ പ്രകാശ് എന്ന പുസ്തകം രചിച്ചതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഒരു സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ചൊരു ദിനപത്രമുണ്ട്. ഏതാണെന്നറിയാമോ? സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച ദിനപത്രം ഏതാണ്? ആര്യപ്രകാശം എന്ന പത്രം ആരംഭിക്കുകയുണ്ടായി? സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഹിന്ദുമതത്തിന് വേണ്ടി ഒരുപാട് സേവനമനുഷ്ഠിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. അതുകൊണ്ട് അദ്ദേഹം ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നും ഹിന്ദുമതത്തിൻ്റെ മാർട്ടിൻ ലൂതർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയാക്കുക എന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു ആര്? സ്വാമി ദയാനന്ദ സരസ്വതി.